അപ്പോൾ അത് 2 മരത്തിൻ്റെ കമ്പുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു മരത്തിൻ്റെ കമ്പ്, അതായത് ഈ ചെറിയ കമ്പ് നമ്മൾ ഇതേപോലെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കമ്പ് ഇത് നമ്മൾ ഇതേപോലെ വളഞ്ഞ ഒരു കമ്പാണ് എടുത്തത്. ഇത് നമ്മൾ ഇതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, അപ്പോൾ അത് തൊലി കളയാതെയാണ് നമ്മൾ എടുത്തത്. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത്, അതായത് 2 കമ്പിൻ്റെ അടിഭാഗത്ത് നമ്മൾ 3-4 ആണി ഇതേപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കമ്പിനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിനും നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ വലിയ കമ്പിനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് അത് നമ്മൾ വിരിക്കുന്നുണ്ട്, നമ്മുടെ തറയിൽ വിരിക്കുന്നുണ്ട്. അതിനുശേഷം അത് നമ്മൾ സിമെൻറ്റ്, എംസാൻഡും സിമെൻറ്റും മിക്സ് ചെയ്ത് 3:1 എന്ന രീതിയിൽ മിക്സ് ചെയ്ത് നമ്മൾ വെള്ളം ചേർത്ത് ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് ഇതേപോലെ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സിമെൻറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ മരത്തിൻ്റെ കമ്പ് വലിയ കമ്പ് ആദ്യം നമ്മൾ ഇതേപോലെ കുറച്ച് ചെരിച്ച് നമ്മൾ ഇതേപോലെ വെച്ചെടുക്കുന്നുണ്ട്. വലിയ കമ്പ് വെച്ച് കുറച്ച് സിമെൻറ്റ് അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ ചെറിയ കമ്പ് ഇതേപോലെ വെച്ചതിന് ശേഷം അത് നമ്മൾ സിമെൻറ്റ് ഇതേപോലെ അപ്ലൈ ചെയ്ത് നമ്മൾ അടിഭാഗത്ത് നമ്മൾ ഒരു തറ പോലെ അത് രണ്ടും കൂടി ഫിറ്റായി വരുന്ന രൂപത്തിൽ നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മരത്തിൻ്റെ കമ്പ് കറക്റ്റ് നിൽക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ മറ്റൊരു കമ്പ് എടുത്ത് കുത്തു കൊടുത്ത് നമ്മളത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിനുക്കിയെടുക്കാം. ആ മിനുക്കിയെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് സിമെൻറ്റ് പൊടി നമ്മൾ എടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ നമ്മൾ വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാ ഭാഗത്തും ആ സിമെൻറ്റ് പൊടി വിതറിയ ശേഷം നമ്മൾ കുറച്ച് ഉരുളൻ കല്ലുകൾ എടുത്തിട്ടുണ്ട്. ആ ഉരുളൻ കല്ലുകൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെയുള്ള ഉരുളൻ കല്ലാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മളിത് പുഴയിൽ നിന്ന് പെറുക്കിയെടുത്താണ്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതായത് ആ സിമെൻറ്റിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉരുളൻ കല്ലുകളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായിട്ട് സെറ്റായിട്ട് വരണം. അപ്പോൾ ഒരു ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യണം. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ബാക്കി ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു. നമ്മുടെ ഉരുളൻ കല്ലുകളൊക്കെ നന്നായിട്ട് അതിൽ സെറ്റായിട്ട് നമ്മുടെ കമ്പൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് 2-3 ദിവസം നമുക്ക് ഇതേപോലെ ഒന്ന് നനച്ച് കൊടുക്കണം. അപ്പം നനച്ചത് നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരു 3 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തു. അതിന് ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കമ്പുകൾക്ക് നമുക്കൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ആ വലിയ കമ്പിന് നമ്മൾ സ്ലീക്കാണ് അടിച്ചു കൊടുക്കുന്നത്. ബ്ലാക്ക് കളറ് പെയിൻറ്റ് ഇനാമിൽ നമ്മൾ അതിൽ മിക്സ് ചെയ്തതിന് ശേഷം ആ സ്ലീക്ക് നമ്മൾ അതിന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ചെറിയ കമ്പിന് നമ്മൾ, അതായത് ചെറിയ മരത്തിൻ്റെ കമ്പിന് നമ്മൾ ഗോൾഡൻ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഉരുളൻ കല്ലുകൾക്ക് നമ്മൾ ആ വലിയ കമ്പിന് അടിച്ച അതേ സ്ലീക്ക് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ അടിഭാഗത്ത് ആ സിമെൻറ്റ് വരുന്ന ഭാഗത്ത് നമ്മളൊരു ടെറാക്കോട്ട കളറും അടിച്ചെടുക്കുന്നു. അപ്പോൾ നമ്മുടെ കമ്പിനും അതേപോലെ തന്നെ ഉരുളൻ കല്ലുകൾക്കും അതേപോലെ തന്നെ ആ തറയിലും സിമെൻറ്റിലൊക്കെ നമ്മൾ കളർ ചെയ്തെടുത്തു. ഇനി ഇതൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ നമ്മുടെ പെയിൻറ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെയുള്ള ഒരു ഭരണി, അതായത് ഗ്ലാസിൻ്റെ ഭരണിയാണ്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മൂടിയിൽ നമ്മൾ ഇതേപോലെ ഒരു ബൾബ് ബോർഡർ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മൂടി നമ്മൾ നടുഭാഗത്ത് ഹോള് ചെയ്തതിന് ശേഷം നമ്മൾ ബൾബ് ബോർഡർ ഇതേപോലെ ഫിറ്റ് ചെയ്തെടുത്താണ്. ഇനി നമുക്ക് ഈ ഗോൾഡൻ കളർ വരുന്ന മരത്തിൻ്റെ കമ്പുകളിൽ, അതായത് 2 കമ്പിൽ മാത്രമേ നമ്മൾ ഇതേപോലെ ലീഫുകൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പച്ച കളറിലുള്ള ലീഫുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ 2 കമ്പിൽ മാത്രമാണ് അത് കൊടുക്കുന്നത്. അത് നമ്മൾ മൈക്ക, അതായത് വേസ്റ്റ് മൈക്ക കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലീഫുകൾ ചെയ്തെടുത്തത്. പിന്നീട് ഇതേപോലെ 2 ഫ്ലവറുകൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മളൊന്ന് ഈ ഭാഗത്ത് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീടൊന്ന് നമ്മൾ ആ നടുഭാഗത്തായിട്ടും ഒരു ഫ്ലവർ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ബൾബ് ബോർഡറിൽ നമ്മൾ വയറുകളൊക്കെ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഒരു മഞ്ഞ ബൾബ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വയറിനൊന്ന് നമുക്കൊരു ഗ്രീൻ കളർ, അതായത് ഒരു പച്ച കളർ നമുക്ക് ചെയ്തെടുക്കണം. ഇവിടെ നമ്മളൊരു ഹോള് കൊടുത്തിട്ട് അതിനുള്ളിലൂടെ വയർ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഭരണി തൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മൂടി 2 ഹോൾ ഇട്ടതിന് ശേഷം ഒരു കയറ് കെട്ടി ഇതേപോലെ നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ തൂക്കിയിട്ട് കൊടുക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ കുറച്ച് കായകൾ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ബോളിന് പച്ച കളർ അടിച്ചിട്ട് നമ്മൾ അത് ചെയ്തെടുത്താണ്.
അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടിഭാഗത്ത് ചെറിയ 2 പ്ലാസ്റ്റിക്കിൻ്റെ പുല്ല് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വയറിന് നമ്മൾ പച്ച കളർ ചെയ്തെടുത്തിട്ടുണ്ട്. പച്ച കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മരത്തിൻ്റെ മുകളിലൂടെ അത് ഇതേപോലെ ചുറ്റിയെടുക്കുന്നുണ്ട്, ഒരു വള്ളി പോലെ തോന്നുന്ന രീതിയിൽ. പിന്നീട് നമ്മൾ ആ വയറിൽ നമ്മൾ കുറച്ച് ലീഫുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ 2 വേസ്റ്റ് വിറക് കൊള്ളികൾ, അതായത് മരത്തിൻ്റെ കമ്പുകൾ വെച്ചുകൊണ്ടുള്ള നമ്മുടെ ക്രാഫ്റ്റ് ഇത് പൂർത്തിയായിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു ടേബിൾ ലാമ്പാണ് നമ്മൾ അത് വെച്ചിട്ട് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ വേസ്റ്റ് മരക്കമ്പുകൾ വെച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ ക്രാഫ്റ്റ്, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.